എറണാകുളം ബിഷപ്പ് ഹൌസിൽ പ്രാർത്ഥനാ യജ്ഞ നടത്തുന്ന വൈദികർക്ക് നേരെ പോലീസ് അതിക്രമമെന്ന് പരാതി. വിശ്വാസികൾ ഏറ്റുമുട്ടിയതിനിടെ വൈദികരെ പോലീസ് മർദ്ദിച്ചുവെന്നതാണ് ആരോപണം. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, എന്താണ് സംഭവിച്ചത്? ഇതാ കഴിഞ്ഞ 3 ദിവസമായി ബിഷപ്പ് ഹൌസിന് മുൻപിൽ വൈദികരുടെ പ്രാർത്ഥനാ യജ്ഞം തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു ആരോപണം അവർ ഉന്നയിക്കുന്നത്. ഇന്ന് വെളുപ്പിനോടുകൂടി ഈ വിശ്വാസികൾ ഏറ്റുമുട്ടിയിരുന്നു. ഈ ഘട്ടത്തിൽ പോലീസ് അങ്ങോട്ടേക്ക് എത്തി പോലീസ് ഏകപക്ഷീയമായി പെരുമാറിയെന്നാണ് വൈദികരുടെ ആരോപണം. പോലീസ് മർദ്ദിച്ചെന്നടക്കം ആരോപണമായി അവർ ഉന്നയിക്കുന്നുണ്ട്. പോലീസ് ആകട്ടെ ഈ സംഘർഷം നിയന്ത്രിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുള്ള വിശദീകരണം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പുതിയ കൂര്യമാരെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷേപമാണ് ഈ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചത്. എന്നാലും പ്രതിഷേധം തുടരാനാണ് വൈദികരുടെ തീരുമാനം. ഒപ്പം ഈ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട് അവർ പരാതി നൽകും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 2-3 ദിവസങ്ങളായി ബിഷപ്പ് ഹൌസിന് മുമ്പിൽ പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും തുടർക്കഥയാകുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം സർവ്വമലബാർ സഭ വീണ്ടും കലുഷിതമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രാർത്ഥനായജ്ഞം നടത്തുന്ന വൈദികർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് സഭ അറിയിച്ചിരുന്നു. പക്ഷേ പ്രാർത്ഥനായജ്ഞത്തിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറായിട്ടില്ല. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയത്. എന്നാൽ ഇന്ന് പോലീസിന് നേരെ കൂടി അവർ ആരോപണം ഉന്നയിക്കുകയാണ്. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്.